നൈസിസ് അലുമിനിയം ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആലുവ ചൂണ്ടിക്കടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വർക്കാണ്. ഇതിനകത്ത് നമുക്ക് കിച്ചൺ ഉണ്ട് വർക്ക്. ആദ്യം നമുക്ക് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലെ കിച്ചൺ വരുന്നത്. യു ഷേപ്പ് കിച്ചണാണ്. ഇവിടെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. നിലവിൽ നമ്മൾ ഒരു ഡിഷ് വാഷറിന് വേണ്ടിയിട്ട് സ്പേസ് ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. അതിന് കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കിച്ചൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 അടി 12 അടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഡോറിൻ്റെ സ്പേസ് ഏകദേശം ഒരു 1 മീറ്റർ വിട്ടിട്ട് ബാക്കി ഒരു 2 മീറ്റർ ലെങ്ത് അങ്ങോട്ടും ഉണ്ട്, ഒരു 3.8 അങ്ങോട്ടും ഉണ്ട്. ഇതേപോലെ തന്നെ ഈ ഭാഗത്തേക്കും ഒരു 2 മീറ്റർ ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പ്ലെയിൻ റൂമായതിനകത്ത് ഫുള്ളി മോഡുലാർ ക്യാബിനറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ക്യാബിനറ്റ് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാളേഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളി മോഡുലാർ എന്ന് തന്നെ വിളിക്കാം. ബോക്സിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്ത് വരുന്ന രീതി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു മൊഡ്യൂൾ ക്യാബിനറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ക്യാബിനറ്റ്, ഇവിടുന്ന് അകത്തോട്ടൊരു ക്യാബിനറ്റ്, പിന്നെ ഡിഷ് വാഷറിൻ്റെ സ്പേസ് നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് സിങ്കിന് സെപ്പറേറ്റ് ഒരു ക്യാബിനറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പീസ് ക്യാബിനറ്റ് ആയിട്ടാണ് ഇതിൻ്റെ താഴെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ വന്നിട്ട് നമ്മൾ ഇതൊരു സിംഗിൾ ക്യാബിനറ്റ്, അതായത് 4 ഡോറിൻ്റെ സിംഗിൾ ക്യാബിനറ്റ്, പിന്നെ ഒരു ഓപ്പൺ ബോക്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു സിംഗിൾ ബോക്സ്, ഇവിടെ ഒരു ബോക്സ്, ഇതൊരു ഓപ്പൺ ബോക്സ്. ഇതുപോലെ നേരത്തെ അവിടെ കണ്ടുപോലെ തന്നെ 1, 2, 3, 4 ഡോറിൻ്റെ ഒരു ബോക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കിച്ചൺ ടോപ്പ് നമ്മൾ 90 സെൻറ്റിമീറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ഒന്ന് കസ്റ്റമർക്ക് 90 സെൻറ്റിമീറ്റർ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കേസ് ഡിഷ് വാഷർ. ഈ ഡിഷ് വാഷർ ആക്ച്വലി വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു 88 സെൻറ്റിമീറ്റർ എങ്കിലും ഹൈറ്റ് കൊടുത്താൽ മാത്രമേ ഡിഷ് വാഷർ കയറുള്ളൂ. ഒരു 84 സെൻറ്റിമീറ്റർ 85 സെൻറ്റിമീറ്റർ ആയിരിക്കും ഡിഷ് വാഷറിൻ്റെ ഹൈറ്റ്. അതിന് പുറമെ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ തിക്നെസ്, ഈ ഗ്രാനൈറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള ഫ്രെയിമിൻ്റെ തിക്നെസ്, അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ശരിക്കും 88 ആണ് വരിക. ഇവിടെ കസ്റ്റമർക്ക് 90 റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചൺ ടോപ്പ് 90 ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ മോഡുലാറായിട്ട് ചെയ്ത ഫുൾ കവേർഡ് ക്യാബിനറ്റിൻ്റെ ഉൾവശമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 2 ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ എഡ്ജ് വരുന്ന രീതിയിലാണ് നമ്മൾ കോമൺ ഡിസൈൻ പോവുക. അപ്പോൾ അതിനകത്ത് 4 ഇഞ്ച് സ്കേർട്ടിങ് വരും. സ്കേർട്ടിങ്ങിന് ശേഷമാണ് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ടോട്ടൽ 90 ആണ് ഹൈറ്റ് വരുന്നത്. അതിൽ 2 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും കഴിച്ചാൽ 12 സെൻറ്റിമീറ്റർ ടോട്ടൽ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകും. ബാക്കി വരുന്ന സൈസിലാണ് നമുക്ക് ക്യാബിനറ്റ് വരുന്നത്. അത് ഏകദേശം ഒരു 78 സെൻറ്റിമീറ്ററോളം ഉണ്ടാവും. അതിനകത്ത് ക്യാബിനറ്റിൻ്റെ ഫ്രെയിം തിക്നെസ്സും കൂടി ഒരു 5 സെൻറ്റിമീറ്റർ കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ 73 സെൻറ്റിമീറ്ററാണ് നമുക്കിൻ്റെ ഉൾവശം അളവ് കിട്ടുക. ഇതൊരു ഫുൾ സൈഡ് കവർ ചെയ്ത ബോക്സ് ആണ് മോഡുലാർ കൺസെപ്റ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം കവേർഡ് ആയിട്ട് വരും. ഒരു സൈഡ് ചുമര കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ മോയ്സ്ചറിൻ്റെ ഇഷ്യൂ ഇതിനകത്ത് ഉണ്ടാവില്ല. സാധാരണ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ആ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചർ ഇഷ്യൂ ഒക്കെ എപ്പോഴും എഫക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിൽ എപ്പോഴും മോഡുലാർ കൺസെപ്റ്റിൽ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് എല്ലാ സൈഡിലും കവർ ചെയ്ത് വരുന്ന രീതിയിൽ വരും. ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള റൂമിനകത്ത് കബോർഡ് ചെയ്യുക, അതിനകത്ത് ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് വെക്കുക. ഇത് മാത്രമാണ് വർക്കുള്ളത്. പിന്നെ ഇതിനകത്ത് ഇഞ്ചസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് ക്ലോസ് ടൈപ്പാണ്. SSL തന്നെ വരുന്ന സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലൈറ്റായിട്ട് പോയി അടയുന്ന രീതിയിലായിരിക്കും സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസിൻ്റെ പ്രവർത്തനം. ഈ 2 ഡോർ കാണില്ല, ഇതുപോലെ മെല്ലെ പോയി അടയുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് കോർണറിൽ പ്രത്യേകിച്ച് ആക്സറീസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഷെൽഫ് തന്നെ നേരെ ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൈയിട്ടെടുക്കുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. കാരണം കോർണറിൽ വരുന്ന ആക്സറീസുകളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 12+30 12,000 മുതൽ ഒരു 30,000 രൂപ വരെ വിലയുള്ള ആക്സറീസ് വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ബഡ്ജറ്റ് അത് ഒരുപാട് കൂടുന്ന രീതിയിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ആക്സറീസ് ഒന്നും കോർണറിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ 3 SS-ൻ്റെ ബാസ്ക്കറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലീക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ SS-ൻ്റെ ബാസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് താഴെ നമ്മളൊരു പ്ലേറ്റ് ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റാണ്. പ്ലെയിൻ ബാസ്ക്കറ്റിന് ശേഷം നമ്മൾ മുകളിൽ നമ്മൾ വീണ്ടും കൊടുത്തിട്ടുള്ള പ്ലെയിൻ ബാസ്ക്കറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ XUT കട്ട്ലറി എന്ന് പറഞ്ഞ ഒരു ആക്സറീസ് കൂടി ആഡ് ചെയ്യും. ഇതെന്തിനു വെച്ചാൽ നമ്മൾ സ്പൂൺസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴെ പോകാത്തത് ഒരു കാരണം. പിന്നെ ഇത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ഡ്രോവർ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. തിരിച്ച് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. പിന്നെ ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് മെക്കാനിസത്തിലാണ് ഡ്രോവേഴ്സും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തള്ളി വിട്ട് കഴിഞ്ഞാൽ പയ്യെ പോയി അടയുന്ന രീതിയിലാണ് അതുണ്ടാവുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിനാണ്. ഓൾറെഡി സ്പേസ് ഉണ്ടായ സ്ഥലത്ത് ഇവിടെയും ഒരു ബോക്സ് അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ വാഷ് ബേസിൻ ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ ചെയ്ത് ഗ്രാനൈറ്റ് വെച്ച് ബൗൾ വെച്ച് വാൾ ടൈൽ ഒട്ടിക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഒരു പാർട്ടീഷനായിട്ട് ഒരു ക്യൂരിയോസൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്.
ഇതൊരു കോമൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു വാഷ് ബേസിൻ്റെ ഡിസൈൻ തന്നെയാണ്.